ഹലോ എവരിവൺ, എവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. LP-UP യൂട്യൂബ് ഫ്രീ സീരീസിലേക്കാണ് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകം തന്നെ LP-UP എക്സാമുകൾക്ക് ആവശ്യമായ ചില ക്ലാസ്സസ് നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ലഭിച്ചിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ അതുകൂടി ജസ്റ്റ് ഒന്ന് കാണുക. ഓക്കെ അല്ലേ? സോ ഇന്ന് നമ്മൾ സൈക്കോളജി ചോദ്യങ്ങളിലേക്കാണ് വരുന്നത്. കഴിഞ്ഞ LPSA എക്സാമിൽ ചോദിച്ചിട്ടുള്ള 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ LPSA എഴുതിയിട്ടുള്ള ആളുകൾക്കറിയാം, അത്യാവശ്യം നല്ല ചോദ്യങ്ങളായിരുന്നു, നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു. പലതും നമ്മൾ നോക്കാത്ത ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ പഠനം കുറച്ചുകൂടി ഡെപ്തിലേക്ക് കൊണ്ടുപോകണം എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു എക്സാം ആയിരുന്നു ഇത്. സോ ഞാൻ അത് നിങ്ങൾക്ക് ആ ഒരു 20 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ക്ലാസ്സുകൾ ഇൻ ഡെപ്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ആദ്യ രൂപങ്ങൾ അഥവാ ആർക്കടൈപ്സ് എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഈ ഒരു ചോദ്യം ചില ആളുകളെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഉത്തരം നമ്മുടെ കാൾ യുങ് ആണ് കേട്ടോ. കാൾ ഗുസ്താവ് യുങ് എന്ന് പറയുന്നത് നമ്മൾ കാൾ യുങ് എന്ന് പറയുന്ന ആ സൈക്കോളജിസ്റ്റ് തന്നെയാണ്. മനുഷ്യന്റെ സ്വഭാവം 2 തരത്തിലുണ്ട്, അന്തർമുഖർ ബഹിർമുഖർ എന്ന് പറഞ്ഞിട്ടുള്ള കാൾ യുങ് ഉണ്ടല്ലോ, ആ സെയിം സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു സാധനമാണ് ആദ്യ രൂപങ്ങൾ. അപ്പം നമ്മുടെ വ്യക്തിത്വ സവിശേഷതകൾക്കെല്ലാം ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടായിരുന്നു. എല്ലാ വ്യക്തികളിലും അതുണ്ട്. ഈ ആദ്യ രൂപങ്ങൾ രൂപപ്പെട്ടു വരുന്നത് നമ്മുടെ മനസ്സിലുള്ള കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് അഥവാ ചില വിശ്വാസങ്ങൾ നമുക്ക് കുട്ടിക്കാലം മുതലേ കിട്ടുന്നുണ്ട്. ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങളെ പേടിക്കണം, ഇന്ന കാര്യങ്ങളെ ഭയക്കണ്ട എന്ന് കുട്ടിക്കാലം മുതൽ നമുക്ക് കിട്ടി വരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഒരുപക്ഷെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വളരുന്ന ചുറ്റുപാടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. സോ അങ്ങനെ കിട്ടിവരുന്ന കാര്യങ്ങളെ ആദ്യ രൂപങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ നമ്മൾ വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, കാൾ ഗുസ്താവ് യുങ് എന്നുള്ളതാണ് ആൻസർ. ഇതിന് അടുത്ത ചോദ്യം, 2 വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല, മറിച്ച് കൈപ്പത്തി അപ്പാടെ ഉപയോഗിച്ചാണ്. ഇത് ഏത് വികാസ തത്വത്തിന് ഉദാഹരണമാണ്? അപ്പോൾ വളരെ വളരെ വ്യക്തമായി നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നല്ല എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഇവിടെ പറഞ്ഞത് എന്താ? 2 വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല. നമ്മൾ പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷെ 2 വയസ്സായിട്ടുള്ള കുട്ടി പെൻസിൽ പിടിക്കുക അവൻ്റെ കൈ അപ്പാടെ മൊത്തം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ അവന് എന്തിനുള്ള കഴിവില്ല? വിരലുകൾ മാത്രമായിട്ട് ഉപയോഗിക്കാനുള്ള കഴിവില്ല, കൈകൾ മൊത്തത്തിൽ ഉപയോഗിക്കാനുള്ള, കൈപ്പത്തി മൊത്തത്തിൽ ഉപയോഗിക്കാനുള്ള കഴിവേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വികാസ തത്വത്തിൽ നമ്മൾ പറയാറുണ്ട്, വികാസം സാമാന്യത്തിൽ നിന്നും വിശേഷത്തിലേക്ക്, അഥവാ ആദ്യം ജനറൽ ആയിട്ടുള്ള ഒരു മാറ്റമാണ് നമുക്കുണ്ടാകുന്നത്. കൈ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ, കൈപ്പത്തി മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാനുള്ള കഴിവാണ് ആദ്യം ഉണ്ടാകുന്നത്. പിന്നീടാണ് വിശേഷമായിട്ടുള്ള വിരലുകൾ, ഒരു നിശ്ചിത വിരലുകൾ മാത്രം ഉപയോഗിക്കാനുള്ള കഴിവിലേക്ക് വരുന്നത്. സോ വികാസം സാമാന്യത്തിൽ നിന്നും വിശേഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ള തത്വമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അല്ലെ. കുട്ടിക്ക് ആദ്യം കൈപ്പത്തി അപ്പാടെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് സാമാന്യം അഥവാ ജനറൽ ആയിട്ടുള്ള കഴിവാണ്. പിന്നീടാണ് കുട്ടി വിരലുകൾ മാത്രം ഉപയോഗിക്കാൻ കുട്ടിക്ക് കഴിയുന്നത്, അഥവാ സ്പെസിഫിക്കിലേക്ക് പിന്നീട് കുട്ടിക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. സോ വികാസം സാമാന്യത്തിൽ നിന്നും വിശേഷത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്കിവിടെ പ്രാക്ടിക്കലി കാണാൻ കഴിയുന്നത്. ക്ലിയർ അല്ലേ? എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നിഷേധം, ദമനം, യുക്തീകരണം, താദാത്മീകരണം, ആക്രമണം തുടങ്ങിയവ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വളരെ സിമ്പിൾ ചോദ്യമാണ്. നിഷേധം, ദമനം, യുക്തീകരണം, താദാത്മീകരണം, ആക്രമണം ഇവയെല്ലാം സമായോജന തന്ത്രങ്ങളാണ് അല്ലെ. അഡ്ജസ്റ്റ്മെന്റ്, സമായോജനം എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഈഗോ ഡിഫൻസ് മെക്കാനിസം, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്നൊക്കെ നമുക്ക് പറയാം. സോ ഇതെല്ലാം സമായോജന തന്ത്രങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. സോ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം,
ഓർമ്മയുമായി ബന്ധപ്പെട്ട് സമഗ്ര പഠനം നടത്തിയ JB വാട്സന്റെ ശിഷ്യനായ വിദ്യാഭ്യാസ വിദഗ്ധൻ ആര്? ഈ ചോദ്യം പല ആളുകളും ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. അപ്പൊ നമുക്ക് JB വാട്സനെ അറിയാം, അദ്ദേഹം ബിഹേവിയറിസ്റ്റ് ആണ് എന്നുള്ളതും നമുക്കറിയാം. ബിഹേവിയറിസത്തിന്റെ പിതാവ് JB വാട്സൺ ആണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ട് സമഗ്ര പഠനം നടത്തിയ അദ്ദേഹത്തിന്റെ ശിഷ്യൻ കാൾ ലാഷ്ലി ആണ് കേട്ടോ. കാൾ ലാഷി ആണ് കേട്ടോ. കാൾ ലാഷി. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ, ശാസ്ത്രം, തത്വജ്ഞാനം, സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് നാം ആഗ്രഹിക്കുന്നത്. ഏത് വിദ്യാഭ്യാസ പരിഷ്കരണ രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രസ്താവനയാണിത്? അപ്പൊ ബ്രിട്ടീഷുകാർ ഇവിടെ പറഞ്ഞിട്ടുള്ളതെല്ലാം ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലെ വിവിധ വിദ്യാഭ്യാസ കമ്മീഷനും വിദ്യാഭ്യാസ നയങ്ങളെ കുറിച്ചാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ടുള്ളത് അവരുടെ കലകളെ, യൂറോപ്യൻ കലകളെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് മെക്കാളെ തന്നെ പറയുന്നുണ്ട്. ഇന്ത്യയിൽ നമ്മൾ വിദ്യാഭ്യാസം കൊണ്ടുവരുന്നത് കൊണ്ടുള്ള ലക്ഷ്യം നിറത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും, എന്നാൽ ചിന്തയിലും പ്രവർത്തനത്തിലും ബ്രിട്ടീഷ് തൽപരനുമായിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതെന്ന് മെക്കാളെ പറയുന്നുണ്ട്. മെക്കാളെ മിനിറ്റ്സിന് ശേഷം വന്നിട്ടുള്ള വുഡ്സ് ഡെസ്പാച്ച് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. മെക്കാളെ മിനിറ്റ്സ് അതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സംശയം വരേണ്ട ആവശ്യമില്ല. വുഡ്സ് ഡെസ്പാച്ച് ആണ് പറഞ്ഞിട്ടുള്ളത്. പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ, ശാസ്ത്രം, തത്വജ്ഞാനം, സാഹിത്യം എന്നിവയുടെ വ്യാപനമാണ് നമ്മളിവിടെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളത്. അല്ലാതെ ഇന്ത്യയിലെ ആ ഒരു ഡൈവേഴ്സിറ്റി ഒന്നും നമുക്ക് പ്രശ്നമല്ല, അതിനെയൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ കരുതിയിരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ചോദ്യം തന്നെയായിരുന്നു. നമ്മൾ ക്ലാസ്സിലൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ്. ഭൂതദയ, അക്രമരാഹിത്യം, സ്വേച്ഛാധിപത്യം, അഹിംസ തുടങ്ങിയ സവിശേഷതകൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? അപ്പോൾ ട്രൈറ്റ് തിയറി നമ്മുടെ ആൽപോർട്ടിൻ്റെതാണ്, GW ആൽപോർട്ടിൻ്റെതാണ്. അപ്പൊ അദ്ദേഹം നമ്മുടെ വ്യക്തി സവിശേഷകങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകങ്ങൾ, ദ്വിതീയ സവിശേഷകങ്ങൾ, ഇങ്ങനെ മൂന്നായിട്ട് അദ്ദേഹം തിരിക്കുന്നുണ്ട്. ഇതിൽ ഏത് സവിശേഷകമാണ് ഭൂതദയ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരോടുമുള്ള ദയ, അതുപോലെ അക്രമരാഹിത്യം, ആരെയും ആക്രമിക്കില്ല, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സ്വേച്ഛാധിപത്യം, അഹിംസ തുടങ്ങിയ സവിശേഷതകൾ. ഈ സവിശേഷതകളുടെ പ്രത്യേകത, ഇത്തരം പ്രത്യേകതകളുള്ള ആളുകൾ അവരുടെ ജീവിതം തന്നെ അതിനുവേണ്ടി മാറ്റിവെക്കും. ഇപ്പൊ അഹിംസ, മഹാത്മാഗാന്ധിജി ജീവിതം നയിച്ചിട്ടുള്ളത് അഹിംസയ്ക്ക് വേണ്ടിയിട്ടാണ്. സ്വേച്ഛാധിപത്യം, ഹിറ്റ്ലർ, മുസോളിനിയൊക്കെ അവരുടെ ജീവിതം സ്വേച്ഛാധിപത്യത്തിന് വേണ്ടിയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഒരു വ്യക്തി സവിശേഷകം ഒരാളുടെ ജീവിതത്തിൽ ഉടനീളം നീണ്ടു നിൽക്കുന്നു, അതിനു വേണ്ടിയാണ് അയാൾ ജീവിച്ച് മരിച്ചത് എങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് അതവന്റെ മുഖ്യ സവിശേഷകമാണ്, അഥവാ കാർഡിനൽ ട്രൈറ്റ് ആണ് എന്നാണ് നമ്മൾ പറയാറ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ദ നാച്ചർ ഓഫ് പ്രെജുഡൈസ് ആരുടെ പുസ്തകമാണ്? അപ്പോൾ ദ നാച്ചർ ഓഫ് പ്രെജുഡൈസ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു തിയറിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്, അഥവാ ട്രൈറ്റ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്, നമ്മുടെ ആൽപോർട്ടാണ് ദ നാച്ചർ ഓഫ് പ്രെജുഡൈസ് എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനഃശാസ്ത്രജ്ഞരെ കുറിച്ച് പഠിക്കണം. മനഃശാസ്ത്രജ്ഞരെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവരുടെ പുസ്തകത്തെ കുറിച്ചും പഠിക്കണം. ഇവിടെ ദ നാച്ചർ ഓഫ് ഇന്റലിജൻസ് എന്നായിരുന്നു എങ്കിൽ ദ നാച്ചർ ഓഫ് ഇന്റലിജൻസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് തേഴ്സ്റ്റൺ ആണ് കേട്ടോ. തേഴ്സ്റ്റൺ ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ദ നാച്ചർ ഓഫ് പ്രെജുഡൈസ്, അത് എഴുതിയിട്ടുള്ളത് ആൽപോർട്ട് ആണ് എന്ന് പഠിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ പുസ്തകങ്ങളുടെ പേര് നമ്മൾ പഠിച്ചിരിക്കണം. ദെൻ അടുത്ത ചോദ്യം, ഉത്കൃഷ്ടത എന്ന വികാരഭാവം ഏത് തരം ജന്മവാസനയിൽ പെടുന്നതാണ്? അപ്പോൾ താൻ വളരെയധികം ഉത്കൃഷ്ടനാണ് എന്നൊരു തോന്നൽ വരുന്നത് ആത്മസ്ഥാപനത്തിന്റെ ഭാഗമായിട്ടാണ്. ആത്മസ്ഥാപനം കേട്ടോ, ആത്മസ്ഥാപനം. ഇവിടെ എല്ലാം ബാക്കി ഓപ്ഷനിൽ വാസനയുള്ളപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകും അല്ലെ. പൈതൃക വാസന, നിർമ്മാണ വാസന, സമ്പാദന വാസനയിലേക്കൊക്കെ പോകും. പൈതൃക വാസന എന്ന് പറയുന്നത് അവന്റെ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാസനകൾക്കാണ്. നിർമ്മാണ വാസന എന്ന് പറഞ്ഞാൽ
കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ടേസ്റ്റാണ്. സമ്പാദന വാസന എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. ആത്മസ്ഥാപനമാണ് ഉത്കൃഷ്ടത എന്ന വികാരഭാവവുമായിട്ട് ബന്ധപ്പെട്ടത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, അഭിപ്രേരണയെ കുറിച്ചുള്ള ഹിൽഗാർഡിന്റെ വിഭജനത്തിൽ പെടാത്തത്. ഇവിടെ അഭിപ്രേരണ എന്ന് പറയുമ്പോൾ നമ്മൾ എബ്രഹാം മാസ്ലോയുടെ തിയറി മാത്രമായിരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. ഒരു പക്ഷേ ഹിൽഗാർഡിന്റെ തിയറി ഒന്നും പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇനി പഠിക്കുമ്പോൾ ഹിൽഗാർഡിൻ്റെത് കൂടി പഠിക്കണം. ഹിൽഗാർഡ് അവിടെ എന്ത് പറഞ്ഞിട്ടില്ല? ധാരണം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് സാമൂഹിക അഭിപ്രേരണ പറയുന്നുണ്ട്, അഥവാ സോഷ്യൽ മോട്ടിവേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ അധംചോദനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് സർവൈവലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. സർവൈവലുമായിട്ട് ബന്ധപ്പെട്ട മോട്ടിവേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ അഹം പൂർണ്ണമായിട്ടുള്ളത് പറയുന്നുണ്ട്, അഥവാ ഈഗോ ഇൻറ്റിഗ്രേറ്റീവ് മോട്ടിവേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ സാമൂഹിക അഭിപ്രേരണ, അധംചോദനം, അഹം പൂർണ്ണമായിട്ടുള്ള ചോദനം, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ചോദനത്തെ കുറിച്ച് ഹിൽഗാർഡ് പറയുന്നുണ്ട്. ധാരണം അദ്ദേഹം പറയുന്നതല്ല. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ധാർമ്മിക വികാസഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തൻ്റെതായ വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ. അപ്പൊ ഇവിടെ ധാർമ്മിക വികാസഘട്ടങ്ങളെ സസൂക്ഷ്മം, അഥവാ അതിലേക്കാണ് അദ്ദേഹത്തിന്റെ ഫോക്കസ് കൂടുതലായിട്ട് പോയിട്ടുള്ളത്. അത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലോറൻസ് കോൾബർഗ് ആണ്. അപ്പൊ ധാർമ്മിക വികാസം എന്ന് പറയുമ്പോൾ തന്നെ ലോറൻസ് കോൾബർഗിന്റെ പേരല്ലേ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരുന്നത്? പിയാഷെയും എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? ധാർമ്മിക വികാസഘട്ടത്തെക്കുറിച്ചും സദാചാര വികാസ ഘട്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ സസൂക്ഷ്മം വിലയിരുത്തിയിട്ടുള്ളത്, അതിനെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രത്യേക വികസന മാതൃക രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ലോറൻസ് കോൾബർഗ് ആണ് കേട്ടോ. പിയാഷെ കൂടുതൽ ചിന്തയെക്കുറിച്ച് ഫോക്കസ് ചെയ്തു, അതിനോടനുബന്ധമായിട്ട് എന്തിനെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം, ധാർമ്മിക വികാസത്തെ ഘട്ടത്തെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. അവിടെ കൺഫ്യൂഷൻ വരരുത് കേട്ടോ. കോൾബർഗ് ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നതിനെ എന്താണ് പറയുന്നത്? ഇപ്പൊ ഞാനൊരു കാര്യം പഠിച്ചു വെക്കുന്നു, ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ പോസിറ്റീവായിട്ട് ബാധിക്കും അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം. നിങ്ങളിപ്പോൾ സയൻസ് ആണ് നിങ്ങളുടെ ടോപ്പിക്ക്. അപ്പോൾ നിങ്ങൾ PSC പഠിക്കുന്ന സമയത്ത് സയൻസ് ടോപ്പിക്ക് പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അഥവാ നേരത്തെ പഠിച്ച കാര്യങ്ങളോ ഇപ്പോൾ പഠിച്ച കാര്യങ്ങളോ സ്വാധീനിക്കുന്നതിനെ നമ്മൾ പറയുന്നത് പഠനാന്തരണം എന്നാണ്. ലേണിംഗ് ട്രാൻസ്ഫർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഓപ്ഷൻ എ ആണ് പഠനാന്തരണം. ഇപ്പൊ പഠനാന്തരണം ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, തടസ്സം സൃഷ്ടിക്കുന്നതുണ്ട്, സഹായിക്കുന്നതുണ്ട്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, ബിംബനഘട്ടം അഥവാ ഐക്കോണിക് സ്റ്റേജ് എന്നത് ഏത് പഠന സിദ്ധാന്തത്തിന്റെ ഭാഗമായി അവതരിക്കപ്പെട്ടതാണ്? നമ്മൾ കൃത്യമായിട്ടും കോഡൊക്കെ ഉപയോഗിച്ച് പഠിച്ചൊരു സാധനമാണ്. ബിംബനഘട്ടം എന്ന് പറയുമ്പോൾ അത് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് നമ്മുടെ സ്വന്തം ബ്രൂണറിൻ്റെതാണ് അല്ലെ? ബ്രൂണർ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് സിദ്ധാന്തങ്ങളുടെ പേരാണ്. ബ്രൂണർ ഏത് സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈജ്ഞാനിക പഠന സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സാമൂഹിക ജ്ഞാന നിർമ്മിതി വൈഗോട്സ്കിയാണ്. ഇവിടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബ്രൂണർ പറഞ്ഞതാണ് പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതീകാത്മക ഘട്ടം. ആ 3 ഘട്ടങ്ങൾ കൃത്യമായിട്ടും ക്രമത്തിൽ എങ്ങനെ ഓർക്കാം എന്നുള്ളത് കോഡ് സഹിതം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പുതിയ കോഡ് അടക്കം നമ്മളത് പഠിക്കും. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സർഗാത്മകതയുടെ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത്? സർഗാത്മകത എന്ന് പറയുമ്പോൾ ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റിക്ക് പല ഘട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് സജ്ജീകരണം അഥവാ പ്രിപ്പറേഷൻ, അതേപോലെ പ്രകാശനം, ഇലുമിനേഷൻ. ഈ ഇലുമിനേഷൻ സ്റ്റേജിലാണ് ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ദെൻ വിലയിരുത്തൽ, നമ്മുടെ ഈ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് കറക്റ്റ് ആണോ എന്ന് വിലയിരുത്തുന്നതാണ് വിലയിരുത്തൽ. പിന്നെ ഉള്ളത് അടയിരിക്കലാണ്, ഇൻക്യുബേഷൻ. പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ, ഇവാലുവേഷൻ. സജ്ജീകരണം, അടയിരിക്കൽ, പ്രകാശനം, വിലയിരുത്തൽ. ഇതാണ് സർഗാത്മകതയുടെ 4 ഘട്ടം. അവിടെ എന്ത് വരുന്നില്ല? സംവാദാത്മക പഠനം വരുന്നില്ല. ഞാൻ ഈ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ, ചോദ്യം ഒന്ന് അനലൈസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ.
അപ്പൊ എന്തൊക്കെ പഠിക്കണമെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാകും. നമ്മൾ തുടർന്ന് അങ്ങോട്ട് ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് അത് ഡിസ്കസ് ചെയ്യും. തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ഉറപ്പായിട്ടും ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് പരീക്ഷയിൽ ഒരുപാട് ഉപകാരം ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, മൃദുലത, ആലസ്യം തുടങ്ങിയ ദോഷങ്ങൾക്ക് കാരണമായി തീർന്നേക്കാവുന്ന സംഗീതത്തെ നാം വർജിക്കണം. അയോണിയൻ ക്രമവും ലിനിയൻ ക്രമവും നാം ഉപേക്ഷിക്കണം. ഈ നിരീക്ഷണം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ചിന്തകൻ. അപ്പൊ നമുക്ക് അലസത ഉണ്ടാക്കുന്നത്, നമുക്ക് ഉപയോഗമില്ലാത്തതൊന്നും നമ്മൾ പഠിക്കണ്ട, അതൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസ ചിന്തകൻ. അപ്പോൾ എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ നിന്നാണ് ചോദ്യം. പ്ലാറ്റോ ആണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആവശ്യമില്ലാത്ത സംഗീതത്തെയും അതേപോലെ അയോണിയൻ ക്രമം, ലിഡിയൻ ക്രമം, അതൊക്കെ നമ്മൾ ആവശ്യമില്ല, നമ്മളെ പഠനത്തെ ബോറടിപ്പിക്കുന്നതാണെങ്കിൽ അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പ്ലാറ്റോ. ഓക്കെ അല്ലേ? ഇതിന് അടുത്ത ചോദ്യം, മാനസിക വൈകല്യങ്ങളെ തടയുകയും പരിഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ അന്തർദേശീയ തലത്തിൽ പ്രശസ്തമായിട്ടുള്ള സ്ഥാപനം. അപ്പൊ ഇതൊരു പൊതു മനഃശാസ്ത്ര മേഖലയിൽ ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. 2-3 ചോദ്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ജനറൽ സൈക്കോളജി കൂടി കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പൊ നിങ്ങൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി മാത്രം ഒതുങ്ങി പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതിൽ നിന്നും ജനറൽ സൈക്കോളജിയിൽ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ഓൺ ചെയ്ത് പഠിക്കണം. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ഈ ഒരു പരീക്ഷ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. സോ മാനസിക വൈകല്യങ്ങളെ തടയുകയും പരിഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്തർദേശീയ തലത്തിൽ പ്രശസ്തമായിട്ടുള്ള സ്ഥാപനം. അപ്പോൾ ഇത് ഇന്ത്യയുടെ തന്നെയാണ്, പക്ഷെ അത് ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് അഥവാ NIMH. ഇത് നമ്മൾ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ കുറിച്ച് പഠിക്കുന്ന ഏരിയയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് കൂടിയാണ്. ഇത് ഔട്ട് ഓഫ് സിലബസ് അല്ല, പൂർണ്ണമായിട്ടും ഔട്ട് ഓഫ് സിലബസ് അല്ല. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ മെന്റൽ റിട്ടാർഡേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിനനുബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അന്തർദേശീയ തലത്തിൽ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് NIMH. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര ചിന്താധാരയിൽ പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതൻ. ഇതും കൃത്യമായിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അല്ലെ, ഇത് ഇവിടുന്ന് ചോദ്യങ്ങൾ വരുമെന്നുള്ളത്. അപ്പൊ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൽ നമ്മൾ 3 പേരാണ് എടുത്തു പറയുന്നത്. മാക്സ് വെർത്തിമർ, വോൾഫ് കൊഹ്ലർ അല്ലെ, കൊഹ്ലർ, കാഫ്കെ. അപ്പോൾ മാക്സ് വെർത്തിമർ, കൊഹ്ലർ, കാഫ്കെ ഈ 3 ആളുകളും എവിടെ വരുന്നുണ്ട്? ഗസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ വരുന്നുണ്ട്. CL ഹള്ളോ വരുന്നില്ല. അദ്ദേഹം ബിഹേവിയറിസത്തിൽ വരുന്ന ആളാണ് കേട്ടോ. ബിഹേവിയറിസത്തിൽ വരുന്ന വ്യക്തിയാണ് CL ഹൾ, ക്ലാർക്ക് ഹൾ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അപ്പൊ കാതറിൻ ബ്രിഡ്ജിന്റെ ചാർട്ട് അത് വൈകാരിക വികാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. വൈകാരിക വികാസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ് ബ്രിഡ്ജസ് ചാർട്ട്. അപ്പൊ ജനിക്കുന്ന കുട്ടിയിൽ ഏതൊക്കെ വികാരങ്ങൾ ഉണ്ടാകുന്നു എന്ന് തുടങ്ങി ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ഏതൊക്കെ വികാസങ്ങളുണ്ട്, നമ്മൾ 2 വയസ്സ് വരെയുള്ള ഒരു കാര്യങ്ങളാണ് ആ ചാർട്ടിൽ പറയുന്നത്. അപ്പൊ ബ്രിഡ്ജസ് ചാർട്ടും കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കുക. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പൊ വളരെ എളുപ്പമുള്ളൊരു ചോദ്യം ഉണ്ട് അല്ലെ. വളരെ എളുപ്പമുള്ള കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 2 ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ദെൻ ആൽബർട്ട് ബന്ദൂരയുടെ നിരീക്ഷണ പഠന പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ഘടകം. ഇതൊക്കെ നമ്മൾ പല കോഡുകൾ ഉപയോഗിച്ച് പഠിച്ചിട്ടുള്ളതായിരിക്കും. നമ്മുടെ ക്ലാസ് കേട്ട ആളുകൾ ഒരിക്കലും ഈ ഒരു ചോദ്യം തെറ്റിക്കില്ല. അപ്പൊ ആൽബർട്ട് ബന്ദൂരയുടെ നിരീക്ഷണ പഠന പ്രക്രിയ സാമൂഹിക പഠനമായിട്ട് ബന്ധപ്പെട്ടാണ് ആൽബർട്ട് ബന്ദൂര എന്ന കനേഡിയൻ മനഃശാസ്ത്രജ്ഞനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, മാതൃക നൽകൽ. ഒരു കുട്ടിക്ക് നിരീക്ഷണത്തിൽ ആദ്യം വരുന്നത് അവന്റെ മുന്നിൽ ഒരു മോഡൽ വെച്ച് കൊടുക്കും, അഥവാ മാതൃക നൽകല്. ദെൻ ഈ മാതൃകയെ അവൻ ശ്രദ്ധിക്കും അല്ലെ. ശ്രദ്ധിച്ചതിന് ശേഷം അവൻ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് മനസ്സിൽ നിലനിർത്തും, റിട്ടൻഷൻ ചെയ്യും. ഓർമ്മ അവിടെ പറയുന്നില്ല അല്ലെ, ഓർമ്മ പറയുന്നില്ല. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. പിന്നെ പറയുന്നത് എന്താ? ഒരാളെ മാതൃക നൽകുന്നു, അയാളെ ശ്രദ്ധിക്കുന്നു, അയാളെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിൽ നിലനിർത്തുന്നു. പിന്നീട് ചെയ്യുന്നത് ചാലക പ്രകടനം, മോട്ടോർ റീപ്രൊഡക്ഷൻ, പിന്നെ അഭിപ്രേരണ എന്നീ ഘട്ടങ്ങളാണ് പറയുന്നത്. അവിടെ ഓർമ്മ നമ്മൾ പറയുന്നില്ല. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിനായി ഉപയോഗിക്കാവുന്ന പരീക്ഷ ഏതാണ്? ഇപ്പൊ ഒരു കുട്ടിക്ക് ദൃശ്യപരം കാഴ്ചകൾ കൃത്യമായിട്ടും അവന് മനസ്സിലാകുന്നുണ്ടോ, കൃത്യമായിട്ടും സ്ഥലങ്ങൾ കൃത്യമായിട്ടും അവന് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയിക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റാണ് മിനസോട്ട മാനുവൽ
ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്. നമ്മൾ പലതരത്തിലുള്ള അഭിക്ഷമതാ പരീക്ഷയെക്കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഏരിയയിൽ വരുന്ന ചോദ്യമാണ്. സോ മിനസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ് എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ. ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വൈകാരിക ബുദ്ധിയെക്കുറിച്ച് ആഴത്തിലും ആധികാരികമായും പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാര്? വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം അല്ലെ. ഒരു ചോദ്യം ഒന്ന് കടുപ്പിക്കുമ്പോൾ അടുത്ത ചോദ്യം വളരെ എളുപ്പമാക്കുന്നുണ്ട്. അപ്പൊ വൈകാരിക ബുദ്ധി ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഡാനിയൽ ഗോൾമാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൽഫ്രഡ് ബീനെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് ഇന്റലിജൻസ്, അത് ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആൽഫ്രഡ് ബീനെ എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോ ഡിയേഴ്സ്, ഇതായിരുന്നു LPSAയിലെ വിവിധ ചോദ്യങ്ങൾ. അപ്പോൾ ഒരു ചോദ്യത്തിന്റെ പാറ്റേണും മറ്റു കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് UPSAയിലെ ചില ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. മറ്റു വിവിധ വിഷയങ്ങളിലെ ക്ലാസ്സസ് ഇതിനകം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, കൃത്യമായി പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.